തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ചീമേനിയിൽ 20-ാം ബൂത്തിലെ BLOയെ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നുവെന്ന പരാതിയിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സസ്പെൻഡ് ചെയ്തു. ബൂത്ത് ലെവൽ ഓഫീസർ രവിയെയാണ് സസ്പെൻഡ് ചെയ്തത്. BLO ഇരട്ട വോട്ടിന് കൂട്ടുനിൽക്കുന്നതായി വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിരുന്നു. ഈ 411 ഇതിലിപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഈ ID കാർഡ് വെച്ചിട്ട്. ഇത് പുതിയതാ പഴയത് പിന്നെ വോട്ടർ പട്ടികയിൽ ഒരു പേരും ഒരാളതും ഉണ്ടാകുമ്പോൾ രണ്ടാമത് ഒന്നും കൂടി വന്നേരം അത് ഡ്യൂപ്ലിക്കേറ്റ് ആയി. അങ്ങനെ വില്ലേജ് ഓഫീസർ പറഞ്ഞ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്നെ താലൂക്കൊന്നും വിളിച്ചു, വില്ലേജ് ഓഫീസർ വിളിച്ചു, നിങ്ങയും വിളിച്ചു. അപ്പം ഞാൻ ഇതേപോലെ ഫീൽഡിലുണ്ടായി. അതാ ഞാൻ ഇവിടെ ഓടി വന്നു. എന്ത് എനിക്കറിയില്ല. 2 മണിക്ക് അവിടെ പോയിട്ട് അയാൾ പറഞ്ഞു അയാൾ താലൂക്കിലേക്ക് വിളിച്ചു. അപ്പോൾ താലൂക്കിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു വോട്ടർ പട്ടികയിൽ 2 വോട്ട് വന്നാൽ ആദ്യത്തെ നിലനിർത്തുക, രണ്ടാമത് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം എനിക്ക് ഇനി വയസ്സിന്റെ മാത്രമേ അതൊരു കാര്യം ചെയ്യും. പിന്നെ നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അക്ഷയ അപേക്ഷ കൊടുക്കുമ്പോൾ പുതിയ ഫോട്ടോ വെച്ചാൽ പുതിയ ഫോട്ടോത്തിൽ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഏജ് മാറ്റാം. അന്നേരം ഈ സ്കൂൾ സർവീസ് ഇത് വെച്ചാൽ ഇല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു വോട്ടർ പട്ടികയിൽ 2 എണ്ണം വരുമ്പോൾ ആദ്യത്തെ നിലനിർത്തിക്കൊണ്ട് മറ്റേത് കട്ടാവും. അത് രണ്ടാമത് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ പറയുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ അല്ല, അത് പ്രശ്നമില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് വരുന്ന ID കാർഡ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരുമ്പോൾ അങ്ങനെ രണ്ടാമത് ഒന്നെ വരില്ലേ. കമ്മീഷൻ തന്നെ കണ്ടുപിടിക്കുന്നതാണോ നമ്മൾ റിപ്പോർട്ട് ഇപ്പം ഞാൻ തന്നെ ശരിക്കും നോക്കിയിട്ടാ അമ്മ ഇന്നലെ ഇത് കാർഡ്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് കൂടി ചേരുകയാണ്. അനൂപ്, ഗുരുതര ക്രമക്കേടാണ് പുറത്തു വന്നിട്ടുള്ളത്. ശബ്ദരേഖ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ എന്താണ് പറയുന്നത്? ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും ഇത്തരത്തിൽ ആളുമാറി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം. നിലവിൽ എന്താണ് കളക്ടർ നടപടിയെടുത്തിട്ടുള്ളത് ഇയാൾക്കെതിരെ? അശ്വിനി, ഡ്യൂട്ടിയിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ആ ശബ്ദ സന്ദേശം. നമ്മളിപ്പോൾ കേട്ട ശബ്ദ സന്ദേശത്തിന്റെ ഒടുവിലായി നമുക്ക് പറയുന്നത് കേൾക്കാം. ഇത്തരത്തിൽ 5ഓളം ഇരട്ട വോട്ടുകളുണ്ട്. താനൊരു ഇടതുപക്ഷ ചിന്താഗതിയില്ല ആളായതിനാൽ തന്നെ അതൊരു വിഷയമാക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം അതിൽ ഇരട്ട വോട്ട് ചൂണ്ടിക്കാട്ടിയ യുവാവിന്, പൊതുപ്രവർത്തകനായ ശില്പരാജിന് നൽകുന്ന മറുപടി. ശില്പരാജ് അദ്ദേഹം നൽകുന്ന മറുപടി റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ തെളിവായി പുറത്തു വന്ന് ഉദ്യോഗസ്ഥൻ BLO ആയ രവിക്കെതിരെ സസ്പെൻഷൻ നടപടിയിൽ എത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ചമ്രകാനത്തെ പൊതുപ്രവർത്തകൻ കൂടിയായ ശില്പരാജ് കളക്ടർ, അതുപോലെ താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസിൽ വിവരം അറിയിച്ചു. ഇതോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനെത്തി. WBC 08103666 അതുപോലെ WBC 9988 എന്നിങ്ങനെ 2 വോട്ടർ ID നമ്പർ ലിസ്റ്റിൽ കണ്ടെത്തിയത്. ഇത് നീക്കം ചെയ്യാൻ പറഞ്ഞ വോട്ടറോടാണ്. ഇതൊന്നും വലിയ കാര്യമല്ലെന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ രവി പ്രതികരിച്ചത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോയിലാണ്. ഇടതുപക്ഷത്തിന് 2 വോട്ട് കിട്ടിക്കോട്ടെ എന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇതോടുകൂടി ഈ ഓഡിയോ സന്ദേശം ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം പരാതിയായി അയക്കുകയും തുടർന്ന് അത് വളരെ വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് ഇപ്പോൾ സസ്പെൻഷൻ നടപടി BLO ആയ രവിക്കെതിരെ ഉണ്ടായിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നതായി ആരോപിച്ച് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് കാസർഗോഡ് നിന്നും അനൂപ് നൽകിയത്.